നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിലെ അനധികൃത മദ്യക്കച്ചവട സംഘത്തിലെ പ്രധാനിയായ യുവാവ് 10 ലിറ്ററോളം വിദേശ മദ്യവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ കഴുതുരുട്ടി സ്വദേശി രതീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. കടയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ +2 ബാച്ച് അനുവദിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. ചിങ്ങേലി മുതൽ പള്ളിമുക്ക് വരെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധ ചങ്ങല. പുനലൂർ ചെമ്മന്തൂരിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. ജീപ്പിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജില്ലയിൽ കാലവർഷം ശക്തമായി. കിഴക്കൻ മേഖലയിൽ 2 ദിവസമായി കനത്ത മഴ തുടരുന്നു. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിലെ അനധികൃത മദ്യക്കച്ചവട സംഘത്തിലെ പ്രധാനിയായ യുവാവ് 10 ലിറ്ററോളം വിദേശ മദ്യവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. കഴുതുരുട്ടി സ്വദേശി രതീഷാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. കാറിൽ മദ്യം കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പുനലൂർ എക്സൈസ് ഇൻസ്പെക്ടർ പ്രിൻസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി കഴുതുരുട്ടി വിഷ്ണു ഭവനിൽ രതീഷ് കുടുങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ പ്രതിയെ കഴുതുരുട്ടിയിലെ ഇയാളുടെ വീടിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. 9.5 ലിറ്റർ വിദേശ മദ്യവും ഇത് കടത്താൻ ഉപയോഗിച്ച ആൾട്ടോ കാറും എക്സൈസ് സംഘം പിടികൂടി. നേരത്തെ പലതവണ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് മദ്യക്കച്ചവടം നടക്കുന്നതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തും മുമ്പ് വിദഗ്ധമായി ഇയാൾ മദ്യം നീക്കം ചെയ്യുന്നതിനാൽ പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. കാരണം ഇന്ന് ബാറുകളൊക്കെ അടച്ചിടക്കുന്ന ദിവസമായത്, പ്രത്യേകിച്ചും ഫീൽഡുകൾ ശരിക്കും മദ്യക്കച്ചവടമുണ്ട്. നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കഴുതുരുട്ടിയിലെ ഒരു ഭാഗത്ത് ഒരാൾ ആൾട്ടോ കാറിനകത്ത് മദ്യം കൊണ്ടുവന്ന് വിൽക്കുന്നതിനുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയതാണ്. അപ്പോൾ ഈ ആൾട്ടോ കാറിനകത്ത് ഏകദേശം 9 ലിറ്ററോളം മദ്യം സൂക്ഷിച്ച് വിദേശ മദ്യം സൂക്ഷിച്ച് വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർക്കാരിനെയും എക്സൈസിനെയും വെല്ലുവിളിച്ച് ഡ്രൈ ഡേകളിൽ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ മദ്യമൊഴുക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് വെള്ളിയാഴ്ച എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ കഴുതുരുട്ടി സ്വദേശി രതീഷ്. എക്സൈസിന്റെ പരിശോധനകളിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞുനിന്ന ഇയാൾ വെള്ളിയാഴ്ച മദ്യം സഹിതം കുടുങ്ങുകയായിരുന്നു. ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിട്ട് സർക്കാർ ഡ്രൈ ഡേ ആചരിക്കുന്ന ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ മദ്യമൊഴുക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് വെള്ളിയാഴ്ച പിടിയിലായ രതീഷ്. എല്ലാ ഡ്രൈ ഡേക്കും ഇതുപോലുള്ള അവധി ദിവസങ്ങളെല്ലാം ഇയാളെ കുറിച്ച് പരാതി കിട്ടി നമ്മൾ പോയിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഒന്നും കേസ് കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കേസ് കിട്ടുകയും ചെയ്ത് വണ്ടി ആൾട്ടോ നമ്മൾ വിളിച്ചെടുത്തിട്ടുണ്ട്. ബിവറേജസിൽ നിന്ന് വൻതോതിൽ മദ്യം വാങ്ങി കഴുതുരുട്ടിയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ വ്യാപാരം നടത്തി വന്നിരുന്നത്. പുനലൂർ, തെന്മല, അടൂർ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് രതീഷ് എന്നും അറിയുന്നു. ബാർ അവധി ദിനങ്ങളിൽ വാഹനത്തിൽ മദ്യം എത്തിച്ചാണ് വിൽപ്പന. സാധാരണ വിലയേക്കാൾ കൂടുതൽ ഈടാക്കുകയും ചെയ്യും. തോട്ടം തൊഴിലാളികൾ ധാരാളമായുള്ള ആര്യങ്കാവ്, കഴുതുരുട്ടി മേഖലയിലെ സാധാരണക്കാരുടെ മദ്യത്തിന്റെ ഉപഭോഗം ലക്ഷ്യം വെച്ചാണ് രതീഷിന്റെ വ്യാപാരമെന്ന് എക്സൈസ് പറഞ്ഞു. കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികൾ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുതലുമാണ്. ആ സ്ഥലത്ത് തീർച്ചയായിട്ടും ഈ ബാറുകളൊക്കെ KSBC ഷോപ്പുകൾ അടഞ്ഞു കിടക്കുന്ന ദിവസങ്ങളിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുതലുണ്ടായി. വ്യാജ മദ്യ കച്ചവടക്കാരിലും ഇതുപോലുള്ള ചില്ലറ വിൽപ്പനക്കാരിൽ നിന്നാണ് ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുപ്പിയുടെ പുറത്ത് ഇപ്പോൾ 150 ഒരു കുപ്പി മേടിച്ചിട്ട് 200 രൂപയ്ക്ക് വിൽക്കും. 50 രൂപയുടെ ലാഭം കിട്ടും. ഇത് പൈസ ഉണ്ടാക്കുക എന്നുള്ള താല്പര്യത്തോട് ചെയ്യുന്നതാണ്. നെപ്പോളിയൻ, കോണ്ടസ തുടങ്ങിയ ബ്രാൻഡുകളിൽ താരതമ്യേന വിലയും നിലവാരവും കുറഞ്ഞ മദ്യമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. കിഴക്കൻ മേഖലയിൽ ഇത്തരത്തിൽ അനധികൃത മദ്യക്കച്ചവടം നടത്തുന്ന പലരുമുള്ളതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഓണം അടുക്കുന്ന സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ വ്യാജമദ്യം ഒഴുക്കാൻ മദ്യമാഫിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായി അറിയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പ്രിൻസ് ബാബു പറഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ അനധികൃത മദ്യക്കച്ചവടം നടത്തുന്നതായി എക്സൈസിന് വിവരം നൽകിയെന്നാരോപിച്ച ലൈവ് വാർത്താ റിപ്പോർട്ടർ സച്ചിൻ രാജനെ മർദ്ദിച്ച കേസിലും രതീഷ് പ്രതിയാണ്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. അച്ചൻകോവിലിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കം സംബന്ധിച്ച പരാതി അന്വേഷിക്കാനെത്തിയ ASI കുടുംബത്തെ വീടുകയറി ആക്രമിച്ചതായി പരാതി. വീൽചെയറിൽ കഴിയുന്ന കുട്ടിയെ ASI തള്ളി നിലത്തിട്ടതായും പറയുന്നു. കുടുംബം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ചൻകോവിൽ പുതുപ്പറമ്പിൽ സതീഷ് കുമാറിന്റെ വീട്ടിൽ തെന്മല പോലീസ് സ്റ്റേഷനിലെ ASI സജി അതിക്രമിച്ചു കയറി സതീഷ് കുമാറിനെയും ഭാര്യയെയും കുട്ടിയെയും ആക്രമിച്ചെന്നാണ് പരാതി. വെള്ളിയാഴ്ച സതീഷ് കുമാർ അയൽവാസിയുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതു സംബന്ധിച്ച അയൽവാസി നൽകിയ പരാതി അന്വേഷിക്കാനാണ് ASI സജി സതീഷിന്റെ വീട്ടിൽ എത്തിയതത്രേ. ശരീരം തളർന്ന് വീൽചെയറിൽ കഴിയുന്ന കുട്ടിയെ ASI തള്ളി നിലത്തിട്ടതായി സതീഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു പറയുന്നു. ചേട്ടന് ചോറ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ടീപ്പ് എടുത്ത് മാറ്റി നീ
റോട്ടിൽ നിന്ന് വാടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നിടാന്ന് ചോദിച്ചുകൊണ്ട് കയറി വന്ന് കുത്തിനെല്ലാം കൂടെ എല്ലാം കുത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു സാറേ വയ്യാത്തൊരു മോനുണ്ട് അടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ പോലീസുകാരൻ ചീത്തയും വിളിച്ച് നിൻ്റെ വയ്യാത്ത മോനുണ്ടെന്നും പറഞ്ഞാൽ കിടന്ന് നെകളിക്കണമെന്നും പറഞ്ഞ് എന്നെ മോനെയും കൂടെ പിടിച്ച് തള്ളി. സജി സാറായിരുന്നു. സാർ വന്ന് ഉടനെ ചീത്ത വിളിച്ച് എനിക്ക് വയ്യാത്ത മോനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചു സജി സാർ. നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ ASI കടന്നു കളഞ്ഞതായും ബിന്ദു പറഞ്ഞു. എന്നിട്ട് അവിടെ ആൾക്കാരെല്ലാം കൂടി കഴിഞ്ഞ് ചേട്ടനെ പിടിച്ച് റോട്ടിൽ കൊണ്ടുപോയിട്ട് അവർ എൻ്റെ പോലീസുകാരുണ്ടായിരുന്നു. അവർ എന്നിട്ട് ഒത്തിരി ആൾക്കാർ കൂടിയപ്പോൾ അവരങ്ങ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ +2 അനുവദിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. ചിങ്ങേലി മുതൽ പള്ളിമുക്ക് വരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധ ചങ്ങല തീർത്തു. മുഴുവൻ വിദ്യാർത്ഥികളും പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് കോരിച്ചൊരിയുന്ന മഴയത്തും ആവേശം കെട്ടുപോകാതെയാണ് കുട്ടികളും രക്ഷിതാക്കളും മനുഷ്യച്ചങ്ങലയിൽ കണ്ണു ചേർന്നത്. ചിങ്ങേലി മുതൽ പള്ളിമുക്ക് വരെയായിരുന്നു മനുഷ്യച്ചങ്ങല. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഈ സ്കൂളിന് വേണ്ടി മാത്രം അപേക്ഷിച്ചവർ 457. PTA പ്രസിഡന്റ് സുബലാൽ ചടങ്ങിൽ അധ്യക്ഷനായി. 43 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ഉൾപ്പെടെ 97% വിജയമായിരുന്നു ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ കടയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത്. പുതിയ +2 ബാച്ചുകൾ അനുവദിക്കുന്നതിന് സർക്കാർ തലത്തിൽ ചർച്ച തുടങ്ങും മുൻപ് തന്നെ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയും ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് തലത്തിൽ എല്ലായിടത്തും സ്കൂൾ അധികൃതർ നിവേദനം നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സാമുദായിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുമായി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ബാച്ചുകൾ അനുവദിക്കണമെന്നും അപേക്ഷിച്ചിരുന്നു. ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന A+ നേടിയ പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികളിൽ 500ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ 466 കുട്ടികൾ ജയിക്കുകയും അതിൽ 43 കുട്ടികൾ ഫുൾ A+ നേടുകയും ചെയ്ത കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ പൂയപ്പള്ളി സ്കൂൾ, പ്രമുഖമായ ധാരാളം സ്കൂളുകളെ, ഗവൺമെൻറ് സ്കൂളുകളെ അവഗണിച്ചുകൊണ്ട് കുട്ടികൾ ഇല്ലാത്ത മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക്, സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് ഹയർ സെക്കൻഡറി അനുവദിച്ചതിൽ വലിയ പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പ്രമേയം തയ്യാറാക്കി സർക്കാർ സ്കൂളുകളെ, കൊല്ലം ജില്ലയിലുള്ള സർക്കാർ സ്കൂളുകളെ ഇങ്ങനെ പാടെ തഴഞ്ഞതിലുള്ള പ്രതിഷേധം പ്രമേയത്തിൻ്റെ രൂപത്തിൽ തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് എല്ലാ കക്ഷികളുടെയും നേതാക്കന്മാരുൾപ്പെടെ പോയി നേരിട്ട് കണ്ട് അടിയന്തരമായും +2 അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതനുസരിച്ച് ആദ്യ പട്ടികയിലെ 53ാം സ്ഥാനത്തായിരുന്നു കടയ്ക്കൽ സ്കൂൾ. എന്നാൽ കോഴ വാങ്ങിക്കൊണ്ട് മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ് സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിച്ചതെന്ന് ആരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. നിലവിൽ ചടയമംഗലം ഉപജില്ലയിലെ നിലമേൽ MM ഹയർ സെക്കൻഡറി സ്കൂളിൽ 72ഉം പരുത്തി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ 67ഉം പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ 58ഉം സീറ്റുകളിൽ ഒഴിവുണ്ട്. മാനേജ്മെന്റ് സ്കൂളുകളിലെ +2 ബാച്ചുകളിൽ നിരവധി ഒഴിവുള്ളപ്പോഴാണ് കടയ്ക്കൽ സ്കൂളിനെ ഒഴിവാക്കിയത്. നമ്മുടെ ഈ സബ് ജില്ലയിൽ 3 മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ ആദ്യ അഡ്മിഷനിൽ തന്നെ 197 സീറ്റുകൾ വേക്കൻ്റാണ്. നമ്മുടെ സ്കൂളിൽ ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ലാത്ത അവസ്ഥയുമാണ്. അപ്പോൾ അവിടെ അഡീഷണൽ ബാച്ച് അനുവദിക്കുകയും നമ്മളെ അവഗണിക്കുകയും ചെയ്യുന്നത്
ഏറ്റവും നമ്മുടെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഏറ്റവും പ്രതിഷേധകരമായ ഒരു സംഭവമായി കാണുകയാണ്. ഇന്ന് ഈ കോരിച്ചൊരിയുന്ന മഴയിലും നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഉൾപ്പെടെ ഈ മനുഷ്യചങ്ങലയിൽ കൈകോർക്കുകയും നാടിൻ്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അടിയന്തര കമ്മിറ്റി കൂടി നമ്മൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നേരിട്ട് കാണുകയും ഈ വിഷയം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ പോയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ബാച്ചുകൾ അനുവദിക്കുന്നതിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നും കടയ്ക്കൽ സ്കൂളിൽ പുതുതായി ബാച്ചുകൾ അനുവദിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും സ്കൂൾ PTA പ്രസിഡന്റ് സുബലാൽ പറഞ്ഞു. സമരമാർഗം എടുത്തുകൊണ്ട് തുടക്കം തന്നെ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുപോകാനുള്ള ആദ്യ സമരം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞങ്ങൾ എടുത്തു. രണ്ടാം ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങലയിലേക്ക് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് അത്തരം ഒരു മനുഷ്യച്ചങ്ങലയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായത്. ഇതിൽ പ്രധാനമായി ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഏറ്റവും അർഹതപ്പെട്ട സ്കൂൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്കൂളിനെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ ഒഴിവായി പോകേണ്ടതല്ല. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ നാട്ടിൽ അടക്കം നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതുകൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ പരിപാടി നമുക്ക് ബാച്ച് പുതിയ അനുവദിച്ചു തരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥന എന്നുള്ള നിലക്ക് പറയാനുള്ളത്. ഇന്നലെ ഞങ്ങൾ സർവകക്ഷി യോഗം കൂടുമ്പോൾ തന്നെ 2 തീരുമാനങ്ങൾ എടുത്തു. ഒന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നമ്മൾ ഒന്നുകൂടി മെമ്മോറാണ്ടം കൊടുക്കണമെന്നുള്ള നിലക്ക് തീരുമാനിച്ചു. അതോടൊപ്പം നമ്മുടെ മനുഷ്യച്ചങ്ങലയാണ് നമ്മൾ തീരുമാനിച്ചത്. അതിൽ ആദ്യഘട്ടം മുഖ്യമന്ത്രിയെ കാണുന്നതിലേക്ക് തീരുമാനിച്ച പരിപാടി തന്നെ ഇന്നലെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ 9 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും മുഖ്യമന്ത്രിയെ കാണാനുള്ള എല്ലാ പരിശ്രമവും അവർ പറഞ്ഞ രൂപത്തിൽ നമ്മൾ സർവകക്ഷി യോഗം തീരുമാനിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി എല്ലാ മാർഗവും സ്വീകരിച്ചുവെങ്കിലും 2 മണിവരെ നിന്നിട്ടും 2:30 മണിവരെ നിന്നിട്ടും നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാതെ നമ്മൾ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായത്. ഇതിൽ നമുക്ക് മറ്റൊന്ന് ബോധ്യപ്പെട്ടത്, നമ്മൾ ഈ അപേക്ഷയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പഴയ ഫയൽ എടുക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ നമ്മൾ 53ാമത്തെ ലിസ്റ്റിലാണ് കടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ നിൽക്കുന്നത്. പ്രസിഡന്റെല്ലാം വളരെ പ്രസിഡന്റ് ബോധ്യമുള്ളതാണ്. 53ാമത്തെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. ആ മുഴുവൻ ലിസ്റ്റും ആ പ്രയോറിറ്റി ലിസ്റ്റ് പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സിംഗിൾ മാനേജ്മെന്റിന് വേണ്ടി കോഴ വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഗവൺമെന്റ് സീറ്റ് അധിക ബാച്ച് അനുവദിച്ചു കൊടുത്തു എന്നതും കൂടി ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ആധുനിക ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ആയുർവേദമെന്ന് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള പത്തനാപുരം ഗാന്ധിഭവനിൽ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാവശ്യമായി കെമിക്കൽ കോമ്പിനേഷനാണ് ഈ ഗുളികൾ. അത് കടത്തിവിടുന്ന പ്രക്രിയയാണ് അലോപ്പതി. പക്ഷെ കൂടാതെ കഴിയില്ല. കാരണം ആയുർവേദ ശാസ്ത്രം പല രംഗങ്ങളിലും വികസിക്കേണ്ട കാലഘട്ടത്തിൽ വികസിപ്പിക്കാൻ കഴിയാതെ പോയ ഭരണാധികാരികളുടെ കുഴപ്പമുണ്ട്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടെന്ന് അവർ കരുതുന്നതും വേഗം രോഗം ഭേദമാകുന്നതുമായ മാർഗങ്ങൾ പ്രതിരോധത്തെ കണക്കാക്കാതെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം. തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ 125ാം ജന്മവാർഷികം പ്രമാണിച്ചാണ് ഗാന്ധിഭവനിൽ സംസ്ഥാന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആയുർവേദ കോളേജ് രസതന്ത്ര വിഭാഗവും NSS യൂണിറ്റും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആയുർവേദ മെഡിക്കൽ കോളേജിലെ നേത്ര വിഭാഗം, മർമ്മചികിത്സാ വിഭാഗം, ബാലചികിത്സാ വിഭാഗം തുടങ്ങി എല്ലാ സ്പെഷ്യാലിറ്റികളിൽ നിന്നുമായി 50ൽ പരം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി. 1500ലധികം രോഗികൾ ക്യാമ്പിൽ ചികിത്സ തേടി. ആയുർവേദ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ R. രാജം ചടങ്ങിൽ അധ്യക്ഷനായി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S. ആനന്ദ്, ഡോക്ടർ താരാലക്ഷ്മി, ഡോക്ടർ TV. ശ്രീനി, ഡോക്ടർ കിരൺ ശർമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ, ക്യാമ്പ് കോർഡിനേറ്റർ പ്രദീപ് ഗുരുകുലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ചെമ്മന്തൂരിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. ജീപ്പിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു.
കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കുഞ്ഞ് ഗിയർ മാറിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ജീപ്പ് പിറകിലേക്ക് ഉരുണ്ട് സമീപത്തെ വയലിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അമ്മയെയും കുഞ്ഞിനെയും ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയ ശേഷം ഡ്രൈവർ പുറത്തേക്കിറങ്ങിയ സമയത്തായിരുന്നു അപകടം. ഈ സമയം സ്ഥലത്ത് തിരക്കില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. സംഭവം കണ്ടുനിന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് ജീപ്പിലുണ്ടായിരുന്ന അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയത്. നിസ്സാര പരിക്കേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. പിന്നീട് ക്രെയിനിന്റെ സഹായത്തോടെയാണ് ജീപ്പ് ഉയർത്തിമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC ജീവനക്കാർ സംയുക്തമായി നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്കിന് മുന്നോടിയായി ശനിയാഴ്ച കൊട്ടാരക്കരയിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നു. സംയുക്ത സമരസമിതി നേതാക്കൾ കൊട്ടാരക്കരയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൂപ്പർ ക്ലാസ് സർവീസുകളുടെ ദേശസാൽക്കരണം, റൂട്ടുകളുടെ വിൽപ്പന, പെൻഷൻ കുടിശ്ശിക വിതരണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ഈ മാസം 28, 29 തീയതികളിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ 48 മണിക്കൂർ സൂചനാ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. KSRTC സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ഇതിനു മുന്നോടിയായി ശനിയാഴ്ച KSRTC യൂണിറ്റ് ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന മനുഷ്യച്ചങ്ങല തീർക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കൊട്ടാരക്കരയിലും മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നതെന്ന് വിവിധ യൂണിയനുകളുടെ പ്രതിനിധികൾ കൊട്ടാരക്കരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് 28, 29 തീയതികളിൽ 48 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 27 അർദ്ധരാത്രി മുതൽ 29 അർദ്ധരാത്രി വരെയാണ് സമരം. ഈ സമരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് KSRTEA CITയുടെ നേതൃത്വത്തിലുള്ള സംഘടനയും എംപ്ലോയീസ് സംഘ് KSRTC എംപ്ലോയീസ് സംഘ് BMSന്റെ നേതൃത്വത്തിലുള്ള സംഘടനയും KST എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിലുള്ള സംഘടനയും KSRTC ലേബർ യൂണിയനും ഒരുമിച്ച് സംസ്ഥാന തലത്തിൽ സമരസമിതി രൂപീകരിച്ചു. ആ സംസ്ഥാന സമിതി താഴെ തലത്തിലേക്ക് വരികയും ജില്ലാ ഘടകങ്ങളിലേക്ക് വരികയും അതാത് റിപ്പോർട്ടിലെ യൂണിറ്റ് തലങ്ങളിലെത്തുകയും ഇന്നലത്തോടെ എല്ലാ റിപ്പോർട്ടിലും സമരസമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ദീർഘദൂര സർവീസുകൾക്കെതിരെ സംഘടനകൾ വ്യക്തിപരമായും അല്ലാതെ സ്റ്റാൻഡുകൾ ധർണ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഹർജി കൊടുത്തു. കഴിഞ്ഞ മാസം ഒപ്പ് ശേഖരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ആ രീതിയിലുള്ള നിലവിലെല്ലാം മുഖ്യമന്ത്രി തരികയും ചെയ്ത് അതിന് മുമ്പ് ഈ ഇതിന്റെ പ്രൈവറ്റ് ബാങ്കിൽ കൊടുക്കുന്നതിന് ഒരു ധാരണ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് ഇപ്പോൾ 1000 കത്തുകൾ വീതം അയക്കുകയുണ്ടായിരുന്നു. വിവിധ യൂണിയൻ പ്രതിനിധികളായ മനേഷ് ചന്ദ്രൻ, മുത്തലിബ് ഖാൻ, പെരുങ്കുളം ദിലീപ്, M വിജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഐരക്കുഴി നാടാർ റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ 6.5 ലക്ഷം രൂപ അനുവദിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീറാണ് ഇക്കാര്യം അറിയിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മധുര ഡിവിഷനിൽപ്പെട്ട ഐരക്കുഴി നാടാർ റോഡിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ 10 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ തേരിയുടെ ഭാഗം താറങ്ങി നിൽക്കുകയില്ല എന്നുള്ള AICയുടെ നിർദ്ദേശമനുസരിച്ച് ഈ വർഷം 6,40,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീമിൽപ്പെടുത്തി കോൺക്രീറ്റിന് വേണ്ടി പ്രോജക്റ്റിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായാലുടനെ വർക്ക് തുടങ്ങുന്നതായിരിക്കും. റോഡിൽ തകർന്ന ഭാഗം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനം. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡ് തകർന്നിട്ട് മാസങ്ങളായി. വാഹന ഗതാഗതവും കാൽനടയാത്രയും ഇതുവഴി ദുഷ്കരമാണ്. ഇത് വിവരിച്ച് ലൈവ് വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഐരക്കുഴി മുതൽ റോഡ് പൂർണ്ണമായും തകർന്ന ഭാഗം വരെ റീടാറിംഗ് നടത്തിയ നടപടി വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനമായത്. ഇവിടെ ടാറിംഗ് നടത്തിയാൽ റോഡ് നിലനിൽക്കില്ലെന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പുനലൂർ ഉപജില്ലാ പ്രവർത്തനം തുടങ്ങി. പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വ്യാഴാഴ്ച രാവിലെ 11 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശാസ്താംകോട്ട DB കോളേജ് പ്രൊഫസർ C ഉണ്ണികൃഷ്ണൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AM സത്യൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ പത്മജ തങ്കച്ചി, വാർഡ് കൌൺസിലർ PA അനസ്, PK ജോൺ, BPO V അജിതകുമാരി, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി G രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക നസീമ ബീവി, വിദ്യാരംഗം ജോയിന്റ് കൺവീനർ K ശിവപ്രസാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അപൂർവ ആകൃതിയുമായി വിളഞ്ഞ കൈതച്ചക്ക കൗതുക കാഴ്ചയായി. തലവൂർ പാണ്ടിത്തിട്ടയിലെ കർഷകന്റെ ഭൂമിയിലാണ് അസാധാരണ രൂപത്തിൽ കൈതച്ചക്ക വിളഞ്ഞത്.
തലവൂർ പാണ്ടിത്തിട്ട അണ്ടൂർ തെക്കേവിളയിൽ ഷീലാസിന്റെ കൃഷിയിടത്തിലാണ് അസാധാരണ ആകൃതിയിൽ 15ഓളം മുടികളുമായി കൈതച്ചക്ക വിളഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഇത് മനോഹരമായ പൂച്ചെണ്ടാണെന്നാണ് കരുതുക. മറ്റു കൈതകൾക്കൊപ്പമാണ് അപൂർവതയിലുള്ള കൈതച്ചക്കയും വിളഞ്ഞത്. ഇത് കാണുന്നതിനായി ഷീലാസിന്റെ കൃഷിയിടത്തിലേക്ക് നിരവധി പേരാണ് എത്തിച്ചേർന്നത്. വ്യത്യസ്ത ആകൃതിയിലുള്ള കൈതച്ചക്ക വിളഞ്ഞു പഴുത്തപ്പോൾ വ്യാപാര സ്ഥാപനത്തിൽ അലങ്കാര വസ്തുവായി സൂക്ഷിക്കാൻ ആവശ്യക്കാരുമേറി. ഒടുവിൽ 2000 രൂപയ്ക്ക് പറങ്കിമാ മുകളിൽ വസ്ത്രശാല നടത്തുന്ന തോമസ് ആണ് ഇത് സ്വന്തമാക്കിയത്. ഇവിടെ എന്റെ കടയുടെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു, കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വില ഒന്നും ചോദിക്കാതെ 1000 രൂപ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു. പക്ഷേ ഞാൻ വാങ്ങിച്ചോടനെ അടുത്ത ഒരാളെ 1500 രൂപയ്ക്ക് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 5000 ആയാലും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. എന്റെ ഹൃദയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജില്ലയിലെ കർഷകർക്കായി കൊട്ടാരക്കരയിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു. കർഷക മോർച്ച ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊട്ടാരക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന ചടങ്ങ് കർഷക മോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി ശങ്കരനാരായണ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബൈജു ചെറുപൊയ്ക ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, വിവിധ പ്രദേശങ്ങളിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജില്ലാ കർഷക ഓഫീസർക്കും കളക്ടർക്കും മെമ്മോറാണ്ടം സമർപ്പിക്കുക, കേന്ദ്ര സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ കർഷകർക്ക് നേരിട്ട് വിതരണം ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ കർഷക മോർച്ച മഹാപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എസ് രാജൻ, ബിജെപി ദേശീയ സമിതി അംഗം കെ ശിവദാസൻ, പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് മടത്തൽ ശശി, ബിജെപി സംസ്ഥാന സെക്രട്ടറി ബി രാധാമണി, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വട്ടവള മധു, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജില്ലയിൽ കാലവർഷം ശക്തമായി. കിഴക്കൻ മേഖലയിൽ 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ ചെറിയ ഇടവേളകളിൽ മാറിയതൊഴിച്ചാൽ ഒടുവിലത്തെ റിപ്പോർട്ടനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞും ശക്തമാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ 7 സെന്റിമീറ്റർ മഴ ലഭിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട്. മഴയ്ക്കൊപ്പം ഇടയ്ക്കിടെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. നേരിയ തോതിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിതറ ജംഗ്ഷനിൽ വഴിയോരത്തു നിന്ന് കൂറ്റൻ ഈട്ടിമരത്തിന്റെ ശിഖരം റോഡിലേക്ക് നിലംപതിച്ചു. രാത്രിയായതിനാൽ വൻ അപകടം ഒഴിവായി. മടത്തറ പാരിപ്പള്ളി സംസ്ഥാന പാതയിൽ ചിതറ പാൽ സൊസൈറ്റിക്ക് മുന്നിൽ നിന്നിരുന്ന പടുകൂറ്റൻ ഈട്ടിമരത്തിന്റെ വലിയ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. കാറ്റ് വീശാത്ത സമയത്താണ് ശിഖരം നിലം പതിച്ചത്. പാതയോട് ചേർന്ന് നിൽക്കുന്ന മരം അപകട ഭീഷണിയിലാണെന്ന് വിവരിച്ച് ലൈവ് വാർത്ത മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതിയും നൽകിയിരുന്നു. മരം ഒടിഞ്ഞു വീണത് രാത്രി സമയത്തായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കടന്നുപോകുന്ന വഴിയിലേക്കാണ് ശിഖരം ഒടിഞ്ഞു വീണത്. മരത്തിന്റെ ശിഖരം നിലം പതിച്ചതിനെ തുടർന്ന് ഇതുവഴിയുള്ള വൈദ്യുത ബന്ധവും നിലച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയിലെ അനധികൃത മദ്യക്കച്ചവട സംഘത്തിലെ പ്രധാനിയായ യുവാവ് 10 ലിറ്ററോളം വിദേശ മദ്യവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ കഴുതുരുട്ടി സ്വദേശി രതീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. കടയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ +2 ബാച്ച് അനുവദിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. ചിങ്ങേലി മുതൽ പള്ളിമുക്ക് വരെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധ ചങ്ങല. പുനലൂർ ചെമ്മന്തൂരിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. ജീപ്പിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജില്ലയിൽ കാലവർഷം ശക്തമായി. കിഴക്കൻ മേഖലയിൽ 2 ദിവസമായി കനത്ത മഴ തുടരുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കാം. നമസ്കാരം.